ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തി എല്ലാം സ്വന്തമാക്കിയ വ്യക്തിയേക്കാൾ ശക്തനാണ്. വിശ്വാസത്തിൻ്റെ അടുപ്പവും ബഹുമാനത്തിൻ്റെ അകലവുമാണ് നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നത്. പരാജയത്തിന് ഒരു പ്രാധാന്യവും ഇല്ല. അത് നിങ്ങളെ സ്വയം വിഡ്ഢിയാക്കുവാനുള്ള ശൗര്യം നൽകും. നഷ്ടപ്പെട്ടതൊന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് വിജയം ആരംഭിക്കുന്നത്. വസ്തുവകകളെക്കാളും മൂല്യമേറിയതാണ് അനുഭവങ്ങൾ. കാരണം ഓർമ്മകളാണ് ജീവിതത്തിലെ യഥാർത്ഥ നിധി. ഇന്ന് മുഖം തിരിച്ചു നടക്കുന്ന പലരും ഒരിക്കൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുഞ്ചിരി സമ്മാനിച്ചവരായിരുന്നു. ആരെയെങ്കിലും സഹായിക്കാൻ ഒരവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക. നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കാനായി ഒരാളെയെങ്കിലും ദൈവം ഒരുക്കുമെന്ന ഉറപ്പാണ്. ഒരു മെഴുകുതിരി വാങ്ങാനായി നിങ്ങളുടെ കൈവശമുള്ള സൂര്യനെ വിൽക്കരുത്. കൈവശമുള്ളത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ വിലയറിയൂ. ഏത് പ്രതിസന്ധികളിലും ആത്മധൈര്യം കൈവിടരുത്. നിങ്ങളെ സഹായിക്കാൻ എവിടെ നിന്നെങ്കിലും ഒരു സഹായഹസ്തം എത്തുക തന്നെ ചെയ്യും. ഇടയ്ക്കിടെ നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്തുവാനും ചിലരൊക്കെ വേണം. കാരണം ആ കളിയാക്കലും കുറ്റപ്പെടുത്തലും നമുക്കുള്ള പ്രചോദനമാണ്. ഒന്നുകിൽ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കുക. കർമ്മത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അറിവില്ലാതെയുള്ള സ്നേഹവും സ്നേഹമില്ലാതെയുള്ള അറിവും നല്ലൊരു ജീവിതം കെട്ടിപ്പടക്കാൻ സഹായിക്കില്ല. തെറ്റുകൾ വന്നുപോകുന്നതിൽ കുറ്റകരമായി ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവമായിരിക്കും. ജനിച്ചവന് മരണം നിശ്ചിതമാണ്, മരിച്ചവന് ജനനവും നിശ്ചിതമാണ്. അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യത്തിൽ ദുഃഖിക്കുന്നത് നിനക്കുചിതമല്ല. കയറിപ്പോയ വഴികളിൽ കാണുന്നവരെ മറക്കാതിരിക്കുക. തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവരെയൊക്കെ വീണ്ടും കാണേണ്ടി വരും. എരിഞ്ഞൊടുങ്ങാനോ നിരാശയിൽ വിഷമിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്. കഴിയുമെങ്കിൽ ഒരൽപ്പം പുഞ്ചിരി നൽകുക. ആത്മാർത്ഥമായി സ്നേഹിക്കുക. കരുതലുള്ള കൈകളായി മാറുക. ഇരുളിൽ നിൽക്കുന്നവർക്ക് വെളിച്ചമാകുക. ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സും ഉണ്ടെങ്കിൽ ആകാശത്തോളം വലുപ്പമുള്ള വെല്ലുവിളികളെ പോലും ഭയമില്ലാതെ നേരിടാം. ആരെങ്കിലും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുമായുള്ള സംഭാഷണത്തിനിടെ അവരുടെ കണ്ണുകൾ പതിവിലും കൂടുതൽ ചിമ്മാൻ തുടങ്ങും. ചിരിക്കാതെ സംസാരിക്കരുത്. മനസ്സിലാക്കാതെ വിധിക്കരുത്. സത്യമറിയാതെ ഊഹിക്കരുത്. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും. പക്ഷേ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടുപോകില്ല. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഓരോ പ്രതിസന്ധിയിലും നമുക്ക് തളർന്നു വീഴാതിരിക്കാൻ കഴിയൂ.